ഇതിനകത്ത് കാണുമ്പോഴേക്കും ഒരു മെയിൻ ഷോപ്പിംഗ് സ്ഥലം മെയിൻ ഡോമിനിങ്സ് ആണ് എടുത്ത് കാണിക്കുന്നത്. എനിക്ക് അത് തന്നെ എടുത്ത് കാണിക്കാനാണോ ഈ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്? ഐ തിങ്ക് സോ. അത് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാണുമ്പോൾ അതിൽ കുറച്ചുകൂടി ഐ തിങ്ക് ഈ സിനിമ പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് മേക്കേഴ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം എല്ലാ നല്ല വശങ്ങൾക്ക് ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുരുഷന്മാരെല്ലാം ഒരു കൂടെ എങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നു വരുന്നത് എടുത്ത് കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിന് പോകുന്നില്ല, അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിനൊരു റെപ്രസെന്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷന്റെ തന്നെ ആവശ്യമില്ല. ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മെയിൽ ഷോവിനിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അജിത്തേട്ടനെ ഒറ്റയ്ക്ക് മീശ പിരിച്ച് സുരാജേട്ടന്റെ ഒരു മിററിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശ്രുതി ചേച്ചിയും ബിച്ചേട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള ഫാമിലീസും ഉണ്ട്. നമുക്കിതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ചേച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ്. അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നു. ഐഡിയൽ ആയിട്ട് ഒരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകള് ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, ഒരു പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. പറയാൻ സാധിക്കത്തില്ല. പക്ഷെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിയാണെങ്കിൽ വീട്ടിൽ വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കാണുമ്പോഴത്തേക്കും പുള്ളി എല്ലാവർക്കും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നിൽക്കിപ്പം പോലീസ് സ്റ്റേഷൻ സീൻസിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐഡിയൽ ആണെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. അതേസമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇപ്പം അതിലെ രണ്ട് ഫാമിലിയിലും ഓരോ കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത്രയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കരയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയിൽ. അതാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഫാമിലി ഉണ്ട്. ലൈക്ക് നമ്മളൊരു സിനിമയില് കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമ ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി, അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമല്ല ഉള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ശേഷം ഞാനൊരു 150ഓളം വുമൻസ് വർക്ക് ചെയ്യുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഡെയിലി ബേസിസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസുമായിട്ട് 1-on-1 ഡിസ്കഷൻസ് ഞാൻ നടത്താറുണ്ട്. റീസൺ അവർ പല സമയത്തും വറീഡ് ആയിട്ടിരിക്കുകയും വർക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ഞാൻ 3 കാറ്റഗറി വുമൻസിനെയാണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറി വളരെ നല്ല ഹസ്ബൻഡ്, നല്ല റിലേഷൻഷിപ്പും ഉള്ളവര്. ദാറ്റ് മീൻസ് അവരുടെ ഹസ്ബൻഡ് വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരുന്നു, കുക്ക് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനത്തെ. സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ്. ചിലർ ഡിവോഴ്സിലൂടെ പോകുന്നു, കഴിഞ്ഞവര്, അങ്ങനെയുള്ളവര്. മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ്. വളരെയധികം അവർക്ക് ഇതിന് പുറത്ത് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫാമിലി കാരണം അവർക്ക് കടക്കാൻ പറ്റുന്നില്ല. സെക്ഷൽ അബ്യൂസ്, ഇതൊക്കെ എൻ്റെ ക്യാബിനിൽ വന്നിരുന്ന് 1-on-1 ഡിസ്കഷൻസ് നടക്കാറുണ്ട്. സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ 1-on-1 ഡിസ്കഷൻ 2 ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആസ് എ വുമൺ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ 150ഓളം വുമൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. സമൂഹത്തിൽ നല്ലതൊരു ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കലും നല്ലത് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ ഇങ്ങനെ മെസ്സേജ് വന്നത് എന്തെങ്കിലും മാറ്റം വരുന്നത് വരുന്നുണ്ടോ?
തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായെന്ന് ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനം ആയേക്കാമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. സ്ത്രീകൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഇൻഡിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ അങ്ങനെ നേരിടുന്നതല്ല ആണോ? അങ്ങനെ അവസ്ഥയുണ്ടോ? ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ നേരിടുന്നില്ല. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഐ മീൻ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ മെയിൽ ഫ്രണ്ട്സ് ആണ്. മെയിൽ ഫ്രണ്ട്സും ഉണ്ട്, ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ട്. ഐ തിങ്ക് കുറെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട്, സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിടണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പുരുഷന്റെ അനുവാദത്തോടു കൂടി, ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഒരു മെയിൽ ഫ്രണ്ട് പറ്റും എന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ നാട്ടിലുണ്ട്. കേരളം എത്രയോ പുരോഗമിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോന്നോ? അതായത് ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഒരു മെയിൽ ഫ്രണ്ട് അനുവാദം വേണ്ടി വരുന്നു എന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? അങ്ങനെയും ഉണ്ട്. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകളുണ്ട്. ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും കാണാറില്ലല്ലോ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട്, അബ്യൂസീവ് റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തന്നെ പലപ്പോഴും കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും, ആഫ്റ്റർ ദേ ലിവ്ഡ് ഇൻ ദോസ് മാരേജസ്. എന്നിട്ട് അവരുടെ ഫാമിലിക്കും അറിയാം അവർ ഇങ്ങനത്തെ ഒരു ഇതിലാണെന്ന്, ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് അറിയാം അവർ റിലേഷൻഷിപ്പിലാണ്. എന്നിട്ടും അവർ പറയാം സൊസൈറ്റി എന്ത് പറയും, വേണ്ട നമുക്ക് പറയാം, അങ്ങനെ പറയണ്ട. അപ്പൊ ഇങ്ങനത്തെ ഈ സ്റ്റോറിന്റെ കുറെ സൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കുറെ സൈഡ്സ് കണ്ടിട്ടുണ്ട്. സോ ദെൻ ഐ ഫീൽ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അത്രയും ഒരു വിഷൻ എനിക്കില്ല. പക്ഷെ ഐ ഹോപ്പ് ഇത് കുറെ കോൺവെർസേഷൻസിന് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ അയ്യോ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാൽ മതി, ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഹുഎവർ ഈസ് ലിവിങ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവരുടെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് മാറിയാൽ ഈ സിനിമ സക്സസ് ആണെന്ന് ഞാൻ പറയും. ഇപ്പം ഈ ലിജോ ചെയ്ത ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരിക്ക് മകളുണ്ട്, വർഷങ്ങളായിട്ട് അജിത്തേട്ടന്റെ ആ ഒരു ടോർച്ചർ സഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരിക്ക് ഇത് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാവാതിരിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ തന്നെ നിൽക്കുന്നത്.
ധന്യ ചേച്ചി അവിടെ തന്നെ നിൽക്കുന്ന അതുകൊണ്ടായിരിക്കും. അപ്പം ധന്യ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുന്ന ഇപ്പൊ മുന്നി എന്ന് പറയുന്ന ക്യാരക്ടർ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ധന്യ ചേച്ചിക്ക് ആ ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത്. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മൂവ്, പുള്ളിക്കാരിയുടെ ലൈഫിന് വേണ്ടിയിട്ട് ഒരു മൂവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ണി എന്ന് പറയുന്ന മിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ്. അപ്പം ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഈ മൂവിക്കകത്ത് പറയുന്നുണ്ട്. ആ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ അല്ല വന്നത്, ആ ഒരു സപ്പോർട്ട് കിട്ടിയത്. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, ഈ സിനിമ കണ്ടിട്ട് 2 രീതിയിൽ മാറാനുള്ള ചാൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ജസ്റ്റ് ഓക്കെ ലൈക്കിനോ ഡെയിലി ബേസിസ് വളരെ ബിസി സ്കെഡ്യൂളിൽ പോകുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാനും അടുത്തിടപഴകാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതെനിക്കൊന്ന് ഫീൽ ചെയ്തു. ലൈക്ക് അറിഞ്ഞുകൊണ്ടല്ല അവരുടെ റിലേഷൻഷിപ്പ് മോശമായിക്കൊണ്ടിരിക്കുന്നത്, സ്കെഡ്യൂൾ കാരണമാണ്. മോർണിംഗ് ടു ഈവനിങ് ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ വീട്ടിലെ വർക്കുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അവർ തമ്മിൽ ജീവിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെയുള്ള വുമൻസ് അവരൊന്നും കൂടി അവരുടെ ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2, അബ്യൂസ് ചെയ്യപ്പെടുന്ന ലേഡീസ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് കംഔട്ട് ചെയ്യണം, എങ്ങനെയാണോ ധന്യ കംഔട്ട് ചെയ്തത്, എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാറ്റഗറി ഏറ്റവും നല്ല ഫാമിലി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് അവരുടെ എന്നാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് പേഴ്സണലി. അപ്പോഴും ധന്യയുടെ സിനിമയുടെ അവസാനം ധന്യ എൻഡ് ചെയ്യുമ്പോഴും വേണമെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസിങ് അവിടെ നടത്തുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ കേസ് കൊടുക്കാനോ ഹസ്ബൻഡിനെതിരെ കേസ് കൊടുക്കാം, അങ്ങനെ ഒരു കൊടുക്കാമായിരുന്നല്ലോ. അത് അത്രയും സിനിമയിലോട്ട് പോയിട്ടില്ല. ഡെഫിനറ്റ്ലി കൊടുക്കാം. അത് ആ പർട്ടിക്കുലർ പേഴ്സന്റെ ഇഷ്ടമാണ്. അവർ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാം, അല്ലെ സമാധാനമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാം. അത് ആ വുമന്റെ ഇഷ്ടമാണ്. അത് നമ്മൾ സിനിമയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതെങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഈ സമൂഹത്തിലെ പല സ്ത്രീകളും ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയില്ല. കാരണം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഭയക്കുന്നത്, എന്തിനെയാണ്? അല്ലെങ്കിൽ അവരിനി ഇങ്ങനെയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരണ്ടേ? അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഭയക്കുന്നത്? ഒന്ന്, ഫാമിലി ഉണ്ടാവാം, അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി. 2, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി, കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി. അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആവണം. അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ധന്യ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. I also think social conditioning എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മള് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്. അപ്പോ ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ, അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കേസിന് പോവാത്തത്? ഓഫ്കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ്. അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആവുന്നതനുസരിച്ച് ഫാമിലി വാല്യൂ കുറയുകയും ചെറിയ പ്രശ്നം ഒന്ന് പറയാൻ 2 ഡിവോഴ്സ് പോവാ. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാനും ഇതിനെ കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടേ? ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? അപ്പോ ആ റിലേഷൻഷിപ്പില് എന്റെ ഇതില് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം, റെസ്പെക്ട് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു മാരീഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയണേ, അത് എന്ത് റിലേഷൻഷിപ്പും ആയിരിക്കും.
ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയും ഒരു റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ എസ് പീപ്പിൾ. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു കാൺട്ട് ലിവ് ടുഗെദർ, യു കാൺട്ട് ലിവ് ടുഗെദർ. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ്, ഐ മീൻ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് 2 happy parents ദെൻ 2 അൺഹാപ്പി എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ്. അപ്പൊ ആ കുട്ടിക്ക് 2 അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് ഇസ് വാച്ചിങ് 2 very happy people. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. അതിന് ഐ ഗെസ് നമ്മൾ ഇനി വെൻ ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാണ്ട്സും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വാണ്ട്സും നീഡ്സും അറിയാം. അതിന് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? ഭർത്താവിനല്ല, ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതാണ് പറയാൻ വരുന്നത്. അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ, ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. അതല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ പേരൻസിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറൊരു ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല. സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഫീൽ ലൈക്ക് ഇത് എന്താണെന്നറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡ് ആയി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഇപ്പോ ഒരു വോയിസ് എങ്ങനെയോ we have found the voice and അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പക്ഷെ you are very right. ഇത് ആണാണോ പെണ്ണാണോ അതല്ല, violence is violence, there's no doubt about it. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. to whichever sex this is happening, it is wrong. അപ്പോൾ ഈ സിനിമയിൽ ഇത് പറയുന്നു. and I feel like ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു it has ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആയിരുന്നു ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കഥ പറയണം. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ചേച്ചി അതൊക്കെ വളരെ പഴഞ്ചനായിട്ടുള്ള തോട്ട്സ് ആണ്, അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ എനിക്ക് ഐ ഡോണ്ട് ഈവൻ വാണ്ട് ടു കോമെന്റ് ഓൺ ഇറ്റ്. കാരണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് വെരി സർപ്രൈസിങ് ടു മീ. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ ഫീൽ ലൈക്ക് അതിന് ഫ്യൂവൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീകൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ്. ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അയ്യോ അത് ശരിയാണ്, അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പറഞ്ഞ ഉടനെ തന്നെയാണ് മറ്റേ ആൾ എഫ്ഐആർ ഫയൽ ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്യും. കാരണം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ എത്തുന്നത്. പക്ഷേ ഈ 14 ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം 14 ദിവസം കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും. മുമ്പ് ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടു കാണും, വലിയ രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലൊന്നും വാർത്ത വന്നിട്ടുമില്ല. അപ്പൊ സ്ത്രീകൾ അവരുടെ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ സർ ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പോ യെസ്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ? ഒരു സ്ത്രീക്ക് എത്രത്തോളം ആ വ്യക്തിയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ പുരുഷന് കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിൽ വേണ്ടേ?
ഒരു കേസ് തെളിയിച്ചതിന് ശേഷം ഒരു ഇന്ററാക്ഷനുള്ള പറ്റി ഞാൻ ഇടപെട്ട് പറയാം. സത്യത്തിൽ എന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാർ പേടിക്കുന്നൊന്നുമില്ല. ഇതിൽ ശക്തമായ ഈ അനുഭവിക്കുന്ന ആളുകൾക്കൊന്നും വേണ്ട. അല്ല, അത് പട്ടാളക്കാരന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. പിന്നെ അപ്പൊ ആ കേസ് കൊടുത്ത സ്ത്രീക്കൊന്നുമില്ലേ? കേസ് കൊടുത്ത സ്ത്രീക്ക് എതിരായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങള് സിനിമ ചെയ്യുന്നവരാണ്. സിനിമ കൊണ്ട് ഈ സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് അതേ നേരത്തെ ചോദ്യം. ഇത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കുന്നത്. ഒരു സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇതും അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഒരു തീർച്ചയായിട്ടും അല്ലാണ്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകൾ വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങൾ. അതായത് ഈ സിനിമ ഒരു പ്രമേയപരമായിട്ട് മലയാള സിനിമയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയം ഇത്ര ഗംഭീരമായിട്ട് ഒരു വോയലിസ്റ്റിനെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട രീതി നല്ല ഹ്യൂമറസ് ആയിട്ട് എന്റർടൈൻമെന്റ് പ്ലേസ് ചെയ്യപ്പെടുന്നത് ശരിയാണ്. ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണേണ്ടതാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ചോദിക്കാം, ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്ന് 4-5 സെന്റൻസിൽ പറയാൻ. ഇത് സ്ത്രീകളുടെ സ്വകാര്യതയെ കുറിച്ചുള്ള സിനിമയാണ് അല്ലെങ്കിൽ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, എന്താണ് ആക്ച്വലി? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്, അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷ് ഏട്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കണം, അതായത് ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ആസ് എ ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിനി എങ്ങനെ ആവാം, നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം മെച്ചൂർ ആണോ കേരളത്തിലെ സൊസൈറ്റി? അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും അതിന്റെയാണ് ഇപ്പൊ നമ്മൾ ഇത്രയും ഫാമിലി ഓഡിയൻസ് നമുക്കുള്ള സപ്പോർട്ടും നമുക്ക് ഇത്രയും നാളെ കിട്ടി. ഇപ്പം ഈ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ തിയേറ്ററിൽ വിസിറ്റിനാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് കുറച്ച് തിയേറ്ററിൽ പോയിരുന്നു. അപ്പൊ ആ പോയ സമയത്തൊക്കെ കുറെ ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ആൾക്കാരെല്ലാവരും പറഞ്ഞു ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. അവർ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ആൾക്കാർക്ക് അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ട്, ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അത്രയും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്.